ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ഈവനിങ് വ്ളോഗായിട്ടാണ്. ഈവനിങ് വ്ളോഗ് എന്ന് പറയാൻ പറ്റില്ല, രാത്രി എടുത്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. അതായത് നമ്മൾ സ്കൂളിൽ പോണ ദിവസങ്ങളിലൊക്കെ, സ്കൂളിൽ അതുപോലെ തന്നെ വർക്കുള്ള ദിവസങ്ങളിലൊക്കെ നമ്മൾ തലേ ദിവസം തന്നെ കുറച്ച് പണികളൊക്കെ ചെയ്ത് വെക്കും കേട്ടോ. അതായത് കിച്ചണിലേക്ക് വേണ്ട സാധനങ്ങൾ ഒരുക്കി വയ്ക്കുക, കറിക്ക് വേണ്ട സാധനങ്ങൾ അരിഞ്ഞു വയ്ക്കുക, അങ്ങനെയുള്ളതൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് പിറ്റേ ദിവസം പണി എളുപ്പമാവാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ എടുത്തിട്ടുള്ള കുറച്ച് വീഡിയോസാണ്. അപ്പോൾ നാളേക്ക് മുരിങ്ങയുടെ ഇല കൊണ്ട് ഉപ്പേരി ഉണ്ടാക്കാമെന്നാട്ടോ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ മുരിങ്ങയുടെ ഇല എന്ന് പറയുമ്പോൾ അത് നന്നാക്കി വരാൻ തന്നെ എല്ലാവർക്കും അറിയാമല്ലോ, കുറച്ച് എളുപ്പമുള്ള കാര്യമല്ല, കുറച്ച് പാട് തന്നെയാണ്. അപ്പോൾ രാവിലെ നമ്മൾ ധൃതി പിടിച്ച നേരത്തൊന്നും ഇങ്ങനെ ഈ മുരിങ്ങയുടെ ഇല നന്നാക്കി ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ സമയം കുറേ വേസ്റ്റ് ആവൂട്ടാ. അപ്പോൾ ഇങ്ങനത്തെ മെനക്കടി പണികളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ തലേ ദിവസം തന്നെ നോക്കാറുണ്ട്. അപ്പോൾ മുരിങ്ങയുടെ ഇല ഞാനും അമ്മയും കൂടി അവിടെ ഇരുന്നിട്ട് നേരെ വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കറി ഉണ്ടാക്കുന്നത് നമ്മുടെ കുമ്പളങ്ങയും അമ്പഴങ്ങയും ഒക്കെ കൂടി ഇട്ടിട്ട് പരിപ്പ് ഇട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കാമെന്ന് കേട്ടോ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അതൊക്കെ എടുത്ത് വെച്ചിട്ട് വേഗം വേഗം നേരെയാക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കണ കണ്ടിട്ടാണ് അവിടെ നിമിഷം ഗ്രീഷ്മയൊക്കെ ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കണ കാരണമാണ് അമ്മ അത്ര നന്നായിട്ട് അഭിനയിക്കണം എന്നൊക്കെയാണ് അവർ പറയണത്. പിന്നെ നമ്മളെ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യണ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ബോക്സിൻ്റെ ഉള്ളിൽ നമ്മുടെ തക്കാളിയും അതൊക്കെ ഞാൻ സെപ്പറേറ്റ് ആയിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അമ്മ അതിൽ കൊണ്ടുപോയിട്ട് കുമ്പളങ്ങയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ അവിടെ പറഞ്ഞത്. പിന്നെ വേഗം അതൊക്കെ മാറ്റി വെച്ചിട്ട് കുമ്പളങ്ങയൊക്കെ അരിയാൻ വേണ്ടി നോക്കുന്നുണ്ട്. ഈ കുമ്പളങ്ങ അരിയലൊന്നും അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല, പക്ഷേ അതൊക്കെ തലേ ദിവസം നമ്മളങ്ങോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമുക്ക് അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, പെട്ടെന്ന് തന്നെ എടുത്തിട്ട് അങ്ങോട്ട് വേവിക്കാൻ വെച്ചാൽ മതി. അപ്പോൾ അത്രയും സമയം കൂടി നമുക്ക് കിടന്നുറങ്ങാമല്ലോ, കുറച്ചും കൂടെ ലേറ്റായിട്ട് നമുക്ക് എണീറ്റാൽ മതി. അപ്പോൾ അതാണ് നമ്മുടെ എളുപ്പപ്പണി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് അവിടെ പണികളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അമ്പഴങ്ങ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് മൂത്ത് പോയിട്ടുണ്ടായിരുന്നു അമ്പഴങ്ങ. അപ്പോൾ ചള്ളിൽ പൊട്ടിക്കുമ്പോഴാണല്ലോ നമുക്ക് ഉപ്പിലിടാനും അതേപോലെ തന്നെ കറി വെക്കാനാണെങ്കിലൊക്കെ ചള്ളിലായിരുന്നു കുറച്ചും കൂടെ നല്ലത്. പക്ഷേ പൊട്ടിക്കാൻ കുറച്ച് ലേറ്റായ കാരണം നന്നായി മൂത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കിട്ടാനും കുറച്ച് പാടാണ്, കുറച്ച് ഹൈറ്റിലാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അത് പൊട്ടിക്കാനും കുറച്ച് പാടായ കാരണം അങ്ങനെ നിർത്തിയതാണ്. പക്ഷേ ലാസ്റ്റ് പൊട്ടിച്ച് വന്നപ്പോൾ അത് ഭയങ്കര ചകിരി പോലെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ മൂത്തിട്ട്. അത് കാരണം അത് അങ്ങോട്ട് അരിഞ്ഞെടുക്കാൻ കുറച്ച് പാടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ അമ്മ പറഞ്ഞു, കുഴപ്പമില്ല, മൂത്തതാണെങ്കിൽ എങ്ങനെയും കൊത്തി അരിഞ്ഞ് ഇട്ടോ, ഒന്നും കുഴപ്പമില്ല, പുളിക്ക് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ചേർക്കുന്നത്, അപ്പോൾ പിന്നെ അതൊന്നും നോക്കണ്ടെന്നൊക്കെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ വേഗം അത് അരിഞ്ഞിട്ട് അതിലേക്ക് വേണ്ടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാത്രി തന്നെയാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയ്ക്ക് വോയിസ് ഓവറും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് കാരണം നമുക്ക് ചീവീടിൻ്റെ ശബ്ദമൊക്കെ ഇതിൽ കേൾക്കുന്നുണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക കേട്ടോ, കാരണം നമ്മുടെ വീട് പാടത്തിൻ്റെ വക്കാണല്ലോ, അപ്പോൾ ഭയങ്കരമായിട്ട് ഈ ഒരു ശബ്ദം കേൾക്കും. പിന്നെ രാത്രി സമയം കൂടിയല്ലേ. അപ്പോൾ ഞാൻ വീഡിയോയിലേക്ക് വരാം പിന്നെയും. അപ്പോൾ അവിടെ കുമ്പളങ്ങയൊക്കെ അരിഞ്ഞ് വെച്ചതിൻ്റെ ആ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ നിന്ന് എടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. എനിക്കത് അപ്പം അങ്ങോട്ട് എടുത്ത് മാറ്റി വയ്ക്കണേ. പിന്നെ നമ്മുടെ നിമിഷം അവിടെ ആദ്യമായിട്ട് കളിക്കുന്നുണ്ട്. അവനിങ്ങനെ കിണുങ്ങി കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ നെക്സ്റ്റ് നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് തേങ്ങ ചിരകി വയ്ക്കലാണ്. അപ്പോൾ ചില സമയത്ത് നമ്മൾ ഒരുമിച്ച് അങ്ങോട്ട് ചിരകിയിട്ട് ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കും കേട്ടോ. അപ്പോൾ നമുക്ക് സുഖമാണ് ഇങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇന്നൊരു മടി കയറിയ കാരണം നമ്മൾ കറിയിലേക്കുള്ള തേങ്ങ മാത്രമായിട്ടേ ചിരകണുള്ളൂ. അപ്പോൾ അതങ്ങനെ അവിടെ ചിരകി വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ചിരകലും അരിയലും എല്ലാം ഒന്ന് കഴിഞ്ഞ് സെറ്റായിട്ടുണ്ട്. ഇനി ഇതൊക്കെ എടുത്തിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കണം കേട്ടോ. അപ്പോൾ അതങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചില്ല വെച്ചെങ്കിൽ അതങ്ങനെ ഫ്രഷ് ആയിട്ട് ഇരിക്കില്ല. അപ്പോൾ അതുപോലെ പാത്രത്തിലാക്കിയിട്ട് വെക്കുന്നുണ്ട്. മുന്നൊക്കെ ഞാൻ ബോക്സിലാക്കിയിട്ടൊക്കെ വെച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ പിറ്റേ ദിവസം രാവിലെ എടുക്കാനുള്ളതല്ലേ, പിന്നെ എന്തിനാ വെറുതെ ബോക്സിലൊക്കെ ആക്കി വെക്കണമെന്ന് വിചാരിച്ചിട്ട് ഡയറക്റ്റായിട്ട് അങ്ങോട്ട് ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നിമിഷ ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് അവൾ വീട്ടിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏതാനും അവൾ ഇവിടെ തന്നെയാണ്. രാത്രി ടൈമിലൊക്കെ നമ്മളോടേക്ക് വരും കേട്ടോ. ഫുഡ് കഴിക്കാൻ അതുപോലെ ഉറങ്ങാൻ മാത്രമേ വീട്ടിലേക്ക് പോവുള്ളൂ. ചിലപ്പോൾ ഫുഡ് കഴിക്കൽ ഇവിടെ തന്നെയായിട്ട് ഉണ്ടാവാറ്. പിന്നെ അച്ഛൻ ഇരുന്നിട്ട് മൃഗയ മൂവി കാണുന്നുണ്ട്. അതിനിടയ്ക്ക് നായയുടെ ശബ്ദം കേട്ടപ്പോൾ ഞാൻ ഉമ്മറത്തേക്ക് വന്ന് നോക്കിയതാണ് കേട്ടോ. എന്താണെന്നറിയില്ല, നായ ഇങ്ങനെ കുരയ്ക്കുന്നുണ്ട്, എന്തെങ്കിലും കണ്ടിട്ടാണോ എന്നറിയില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് കിച്ചണിക്ക് വന്നതാണ്. അപ്പോൾ ഇനി ഞാൻ കിടക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് മുന്നേ ആയിട്ടൊരു കപ്പ് വെള്ളമായിട്ട് റൂമിലേക്ക് പോകുന്നുണ്ട്. ഇടയിൽ ചിലപ്പോൾ എണീറ്റ് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് വെള്ളം കുടിക്കാനൊരു സ്വഭാവം ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനായിട്ട് റൂമിൽ കൊണ്ടുവയ്ക്കണതാണ്. പിന്നെ ആദ്യം നല്ല ഉറക്കമായിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ആദ്യം നല്ല ഉറക്കമായിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ലൈറ്റൊന്നും ഇടാത്തത്. അപ്പോൾ ഇനി ഞാനും കൂടി കിടക്കാൻ പോവാണ്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 10:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ സ്കൂളുള്ള ദിവസങ്ങളിലൊക്കെ ഇപ്പോൾ വെച്ചിട്ട് നമ്മൾ ചെയ്യണ ഒരു പരിപാടിയാണ് ഇത്. തലേ ദിവസം തന്നെ ഒരു വിധമൊക്കെ അങ്ങോട്ട് സെറ്റാക്കി വെക്കും. അപ്പോൾ നമുക്ക് പിറ്റേ ദിവസം വലിയൊരു പണിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അങ്ങനെ കേട്ടോ. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തന്നെയാണ് നമുക്ക് കൂടുതൽ വീഡിയോസ് ഇനിയും ഇടാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഫാനിൻ്റെ ശബ്ദം ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇനി ഇതുപോലെ തന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെയും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.